ഗൈസ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2-3 കമൻറ്റൊക്കെ ഞാൻ കണ്ടു. കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് കമൻറ്റൊക്കെ വന്നത് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്കിപ്പം ഫുഡിൻ്റെ കാര്യമാണ് കുറച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു വീറ്റ് കൃഷി തുടങ്ങണം. ഇത് വെള്ളത്തിനടുത്തോട്ട് തന്നെ ആയതുകൊണ്ട് ഈ ഏരിയ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കുറച്ചുകൂടെ ഷേപ്പാക്കി എടുക്കാം. അതിൽ ആവശ്യത്തിന് ഡേർട്ടില്ല. കുറച്ചപ്പുറത്തോട്ട് മാറിയിട്ടെ അത് കുറച്ച് മൈൻ ചെയ്തിട്ട് വരാം. നമുക്ക് അവിടെ ഒന്ന് വീറ്റ് കൃഷി ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് കുറച്ച് എന്തെങ്കിലും എടുത്തുണ്ട്. ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് മതിയായിരിക്കും. ഇതെടുത്തേക്കാം, നമുക്ക് ഇവിടേക്ക് ആവശ്യം വരും. ചെറിയൊരു ലാഗ് ഫോണിന്. എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോവാം. കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്. ഇല്ലല്ലേ, ഇല്ലെന്നല്ല, വലിയ കുഴപ്പമില്ല. നമുക്കിനി ഒരു ഹോ ഉണ്ടാക്കണം, എന്നിട്ട് അതൊന്ന് ടിൽറ്റ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഇപ്പം 3 സീറ്റ്സേ ഉള്ളൂ കയ്യിൽ. അതൊക്കെ ഇനി എന്നായി വരാനാ? ഇനി 2 ഇത് വിട്ടേക്കാം, കാരണം നമുക്ക് വഴി വേണ്ടേ. ഇവിടെയും കുറച്ച് 2 വെച്ച് മതി. 3 4 ഇതുവരെ ഇതിങ്ങനെ വരത്തുള്ളൂ. കുറച്ച് കയറ്റി ഇറക്കിയൊക്കെ ചെയ്താൽ മതി, എന്നല്ല. ഞാൻ ഇത് മൊത്തം ഒന്ന് ടിൽറ്റ് ചെയ്യട്ടെ, എന്നിട്ട് വരാവേ. നമ്മളിവിടെ 2 ബ്ലോക്ക് ഹൈറ്റ് ആക്കിയത് കൊണ്ട് അവന്മാർക്ക് എന്തായാലും കയറി വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പറമ്പേ വേണേൽ കയറി വരാം. ഷുഗർക്കേൻ ഒരെണ്ണമായിട്ടുണ്ട്. നമുക്ക് ഒരു ഇത് തപ്പി എന്തായാലും പോകണം. ഒരു വില്ലേജ് തപ്പി എന്തായാലും അത്യാവശ്യം. സീഡ് വല്ല എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടേലും ഇല്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന പുല്ലൊക്കെ തന്നെ കുറച്ച് ഇത് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എന്തുമാത്രം കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറച്ച് അങ്ങനെ ഒരു 25 സീഡ്സ് ഉണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അതും കൂടെ നട്ടേക്കാം. ഇനി ഇത് വളർന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് പുറത്തോട്ട് മാറ്റി നടാം. എനിക്കിത് കിട്ടാൻ പറ്റും, അതേ നടക്കത്തുള്ളൂ. ഓക്കെ, അത് ഫുള്ള് നട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ചെറിയ ബിൽഡൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം. അപ്പോൾ എനിക്ക് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു മൈനിങ്ങിന് പോകുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനമൊക്കെ വെച്ച് ഒന്ന് പിക്കാക്സ് ഉണ്ടാക്കിയിട്ടെ കുറച്ച് മൈനിങ്ങിന് പോയിട്ട് വരാം. പക്ഷേ മൈനിങ് തുടങ്ങാൻ നമുക്ക് നല്ലൊരു സ്ഥലം വേണം. എനിക്കൊന്ന് ഇവിടുന്ന് താട്ട് പിടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. നമുക്കിവിടെ താട്ട് കുഴിച്ചു പോകാം എന്തായാലും. എന്നാലൊരു 3 ബ്ലോക്ക് വൈഡ് വേണം. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ 2 ബ്ലോക്ക് വെച്ച് താഴോട്ട് പോവാണ്. നമുക്ക് പണിയുമ്പോൾ വലുതായിട്ട് പണിയാം. തൽക്കാലത്തേക്ക് പോവല്ലേ. ഓക്കെ, ഞാൻ എന്തായാലും താഴോട്ട് മൈൻ ചെയ്യട്ടെ. എന്തെങ്കിലും കാണുവാണെങ്കിൽ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ,
ഇങ്ങനെ നമ്മുടെ ഈ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ നല്ല ആദ്യം തയം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുത്തേക്കാം. നമ്മൾ ഇപ്പോൾ പോകുന്ന മൈനിങ്ങിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അയണായിരിക്കും. കാരണം നമുക്ക് ആദ്യം തന്നെ ഫുള്ളൊരു അയൺ ആർമിലോട്ട് മാറുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. കാരണം എന്തായാലും ഡയമണ്ട് തപ്പി പോകുമ്പോൾ എല്ലാവരും ഫുള്ള് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചുമ്മാ ഒന്നുമില്ലാതെ അങ്ങോട്ട് വെറുതെ കയറി ചെന്നില്ലെങ്കിലും നല്ലതല്ലേ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് മൈനസ് അല്ലല്ലോ, ഹൈ ലെവല് 15-ലാണെന്ന് തോന്നുന്നു കൂടുതലും അയണോറ് കിട്ടുന്നതും. എന്തായാലും നമ്മൾ അവിടെയായിരിക്കും കൂടുതൽ ഇപ്പോൾ മെയിൻ ചെയ്യാൻ പോകുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഡീപ്പ് സ്ട്രീറ്റ് വരെ വന്നു, പക്ഷെ നമുക്ക് ഇന്ന് വരെ വരണ്ട. നമുക്ക് തിരിച്ച് 15 പോയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മൈൻ ചെയ്യാം. കാരണം നമുക്ക് വൈ ലെവൽ 15-ലാണ് കൂടുതലും അയണോർ കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അറിഞ്ഞത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് മൈൻ ചെയ്യാൻ നോക്കാം. അയൺ കിട്ടും. സത്യം തോന്നുന്നു കേട്ടോ, കാര്യം കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ആർമർ സെറ്റാക്കാനുള്ള അയൺ എന്തായാലും ഉണ്ടാക്കണം. ഓക്കെ, കുറച്ചധികമായ ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും അത് മൈൻ ചെയ്തെടുക്കാം. ചില ദിവസം നമ്മൾ പിന്നെ വെള്ളത്തിൻ്റെ അടുത്തോട്ട് വന്ന്, പക്ഷെ ഇവിടെ മാഗ്മ ബ്ലോക്ക് ഒക്കെ ഇരിക്കുന്നത് റൂണ്ട് പോട്ടർ വല്ലതും ആണോ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് മൈൻ ചെയ്ത് നോക്കാം. വെള്ളമാണോ? ഓ, ഇതൊരു കേവാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ചത്ത് ഗൈസ്, ചത്ത്. നീന്താൻ പറ്റുന്നില്ല. അയ്യ, ജസ്റ്റ് മിസ്. എന്തായാലും അങ്ങോട്ട് പോകണ്ട. നമ്മുടെ പി സിയിലെ പോലെയല്ലേ ഇതിനകത്ത് നീന്താൻ ഭയങ്കര പാടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് മുന്നേ അയൺ കിട്ടിയില്ലേ, ഇവിടെ നിന്നാണ് കിട്ടിയ. ഇവിടെ നിന്ന് നമുക്ക് ഏതായാലും ഒരു സൈഡിലോട്ട് പോകാം. ഈ സൈഡിലായിരിക്കും വെള്ളമില്ലാത്ത. അതാണ് കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. അവിടെയും വെള്ളമാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോകാനില്ല, വേറെ വഴിയില്ല. നമുക്ക് എത്രയും കിട്ടി? 22 എണ്ണയാവുള്ളൂ. എനിക്കൊന്ന് മണ്ടക്കത്തെ ചെസ്റ്റ് വേണ്ട ഒരെണ്ണം വേണ്ടി ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും 4 പിക്കാക്സും കൂടെ ഉണ്ട്. അപ്പുറം സ്ഥലത്തും കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ആദ്യമേ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. നോക്കൂ, ഇവിടെ അയണുണ്ട്. ഉള്ളു. ഒറ്റ ഇതേ ഉള്ളായിരുന്നു, 4 എണ്ണം. കുറച്ചൊരു കണ്ടോട്ട് പോയി നോക്കാം. ഒരു സ്റ്റാക്ക് അയൺ ഒപ്പിച്ചിട്ടേ നമ്മൾ കയറി പോകുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, പിക്കാക്സ് എപ്പോഴാണല്ലോ പൊട്ടാലോ. എന്തായാലും ഈ പിക്കാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. എന്തുമാത്രം അയൺ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ബാക്ക് ടു മൈനിങ്.
ഓക്കെ, അവിടെയും വെള്ളമാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തിരിച്ച് പോയേക്കാം. എന്നിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് മൈൻ ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ നോക്കി 0. എനിക്ക് ഇവിടെ ഒരു അയൺ നമ്മൾ കാണാതെ പോയി. ഞാൻ എന്തുകൊണ്ടത് കണ്ടില്ല. ഇതുപോലെ വേറെയൊക്കെ കാണുമോ ആർക്കറിയാം. പിന്നെ ഇതുകൂടെ കിട്ടിയപ്പം നമ്മുടെ ആർമറിനുള്ളതായെന്ന് തോന്നുന്നു. വഴി കഴിഞ്ഞു പോയോ? ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇതല്ല വഴി അപ്പുറത്തോട്ട്. നമുക്ക് തിരിച്ച് മണ്ടക്കോട്ട് കയറി പോവാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങും പിന്നെ ഒരു ആനിമൽ ഫാമും നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെ രാത്രിയാണ്. കയറി ചെന്ന് ചാകാൻ താല്പര്യമില്ല. നമുക്ക് 40 ഡയമണ്ട് 40 കിട്ടിയിട്ടുണ്ട്. എന്തേലും കാണുമോ അവിടെ വല്ലോ? ഞാൻ ടോർച്ചൊക്കെ വച്ചിരുന്നു. അയ്യോ, സ്പീഡിലോട്. ഓക്കെ, നമുക്ക് 40 അയണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് ഫർണസിലോട്ട് വെക്കാം. വീട്ടൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പോയ സമയത്തിന് അതെല്ലാം സെറ്റ് ആകുമായിരിക്കും, പക്ഷെ ആയില്ല. ഇവിടെ ഒരു ഫെൻസിൻ്റെ കുറവില്ലേ, അതുകൂടെ വെച്ചേക്കാം. പക്ഷെ ഫെൻസ് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് ഹാഫ് ബ്ലോക്കല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഷുഗർക്കയില്ല വളർന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ബോർഡർ പോലെ കൊടുക്കായിരുന്നു. പക്ഷെ ഇവിടെ ഫ്രണ്ട്സ് ഗേറ്റും കൂടെ എടുത്തിട്ട് അവിടെ ഒരു ഡോറ് കൊടുത്തേക്കാം. ഫ്രണ്ട്സിൻ്റെ ആവശ്യം വന്നില്ല, കിട്ടിയേച്ചേക്കാം. അങ്ങനെ നമ്മുടെ 30 അയൺ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കൊരു ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാൻ കിട്ടുമോ? ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, പാൻറ്, ബൂട്ട്സ്. നമ്മളങ്ങനെ ഒരു ഫുൾ സെറ്റ് അയൺ ആർമർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് വിട്ട് പാൻറ്, ബൂട്ട്സ്. നമ്മളങ്ങനെ ഫുൾ അയൺ ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ടൂൾസും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. എന്തായാലും ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെറിയ എപ്പിസോഡായിരുന്നു. ഇതിപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു ഫാമായിട്ട് കാണാം, ഒരു ആനിമൽ ഫാം. ആ സമയത്ത് എന്തായാലും ഓഫ് ക്യാമറ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്തോളാം. അപ്പം ഓക്കെ ഗൈസ്,
ഓക്കെ ബൈ.